ഹരേ കൃഷ്ണ. ഭക്തിയായ മഞ്ജുളയുടെ മാലയുടെ കഥ കേൾക്കാം. പരമഭക്തിയായ ഒരു വാരസ്യാർ ആയിരുന്നു മഞ്ജുള. നിത്യവും ഗുരുവായൂരപ്പന് ചാർത്താനായി മാല കെട്ടി ക്ഷേത്രത്തിൽ എത്തുക പതിവായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ വളരെ വൈകിയാണ് ക്ഷേത്രത്തിലെത്തിയത്. മഞ്ജുള എത്തിയപ്പോഴേക്കും നട അടച്ചു കഴിഞ്ഞിരുന്നു. നിരാശയോടെ മഞ്ജുള മാലയുമായി ഗുരുവായൂരപ്പനെ വിളിച്ചു കരഞ്ഞു. അത് കണ്ട് പൂന്താനത്തിന് കുട്ടിയോട് വലിയ അലിവ് തോന്നി. പൂന്താനം മഞ്ജുളയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: മോളെന്തിനാണ് വിഷമിക്കുന്നത്? ഭഗവാന് ചാർത്താൻ കൊണ്ടുവന്ന മാല അല്ലേ? അത് ആ കിഴക്കേ നടയിലുള്ള ആലിൻചുവട്ടിലെ കല്ലിൽ ഗുരുവായൂരപ്പനെ മനസ്സാ ധ്യാനിച്ച് ചാർത്തിക്കോളൂ. ഭഗവാൻ അത് സ്വീകരിക്കാതിരിക്കില്ല. പൂന്താനത്തിൻ്റെ വാക്കുകൾ കേട്ട് മഞ്ജുളയ്ക്ക് സമാധാനമായി. അവൾ ഭക്തിയോടെ ആലിൻചുവട്ടിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാല ആ കല്ലിൽ ചാർത്തി പ്രാർത്ഥനയോടെ വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം രാവിലെ മേൽശാന്തി നിർമ്മാല്യ ദർശനത്തിന് ശേഷം ബിംബത്തിലെ അലങ്കാരങ്ങളെല്ലാം മാറ്റാൻ തുടങ്ങി. അത്ഭുതമല്ലാതെ മറ്റെന്തു പറയാൻ? എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം മാറ്റാൻ കഴിയുന്നില്ല. അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ പൂന്താനം ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഇന്നലെ മഞ്ജുള ആലിൻചുവട്ടിലെ കല്ലിൽ ചാർത്തിയ മാല ആയിരിക്കും അത് മനസ്സിൽ ധ്യാനിച്ച് മാല അഴിച്ചു നോക്കൂ. പൂന്താനത്തിൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ മാല ബിംബത്തിൽ നിന്നും ഊരി താഴെ വീണു. അതുകണ്ട് അവിടെ കൂടിയവരെല്ലാം അത്ഭുത സ്തബ്ധരായി. മഞ്ജുളയുടെ ആത്മാർത്ഥമായ ഭക്തിയെ അവരെല്ലാം വാഴ്ത്തി സ്തുതിച്ചു. അന്നു മുതൽ മഞ്ജുള മാല ചാർത്തിയ കല്ലിനടുത്തുള്ള ആൽ മഞ്ജുളാൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പഴയ ആലിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പുതിയ ആൽ വളർന്നു വന്നിട്ടുണ്ട്. ആലിന് തറകെട്ടി ഗരുഡൻ്റെ ഒരു ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളെ ഭഗവാന്റെ വാഹനമായ ഗരുഡനും ഭക്തരുടെ പ്രതീകമായ മഞ്ജുളാലും സ്വാഗതമരുളുന്നു. ഹരേ കൃഷ്ണ.